ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര, മുഖ്യപ്രഭാഷകനായ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സലീം അമ്പാട്, മുസ്തഫ പാലാഴി, എൻ്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരന്മാരെ, ബഹുമാന്യരായ നാട്ടുകാർ, ഈയിടെ സ്വീഡൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ജാൻ യാദവ് ഇന്ത്യയിൽ വന്നിരുന്നു. അദ്ദേഹം നവീൻ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഡൽഹിയിൽ വന്നു. അദ്ദേഹം എറണാകുളത്ത് വന്നു ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണം മലയാളം ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനമായി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ചെറു സാമ്രാജ്യത്തെ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മുൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ പാർട്ടി രഹിത കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ മനസ്സിൻ്റെ ഏതോ ഓരോളങ്ങൾ ഒരുത്ത് മാർക്സിയത്തിൻ്റെ സ്വല്പം ബാക്കിയുണ്ട്. എന്താണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം ആ പാർട്ടി പ്രവർത്തിച്ചത് ജനങ്ങളിൽ നിന്ന് തുച്ഛമായ ഫണ്ട് സ്വീകരിച്ചത്. പിന്നീട് അത് മാറി. ഭരണകൂടം തന്നെ പാർട്ടിക്ക് പണം കൊടുക്കാൻ തുടങ്ങി, കോർപ്പറേറ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കെതിരായി ഒരു ശബ്ദമുയർത്താൻ ആ പാർട്ടി കഴിഞ്ഞില്ല. ഇന്ന് ആ പാർട്ടി നിശ്ചലമാണ് എന്ന് പറഞ്ഞ വലിയൊരു ലേഖനം മലയാളത്തിൽ വന്നിരുന്നു. ഞാൻ ഈ ഫണ്ട് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ പാർട്ടി ശത്രുവിനെ തിരിച്ചറിഞ്ഞ പാർട്ടിയാണ്. കോർപ്പറേറ്റുകളാണ് ഈ രാജ്യത്തിൻ്റെ ശത്രു. കോർപ്പറേറ്റുകൾക്കെതിരായി അതിശക്തമായ സമരം, പ്രക്ഷോഭം ആരംഭിക്കാനാണ് ഈ നൂറ്റാണ്ട് ഈ പാർട്ടിയെ രൂപപ്പെടുത്തിയത്. ഈ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ചരിത്രത്തിൻ്റെ നിയോഗമാണ് ഈ പാർട്ടി. മനസ്സിൽ തീയുള്ളവർക്ക്, മനസ്സിലെ തീ അണയാത്തവർക്ക് കാലം കരുതി വെച്ച അതിശക്തമായ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഞാനിതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡൽഹിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. 4 ദിവസം മുമ്പേ ഡൽഹിയിലെ അംബേദ്കർ ഹാളിൽ ഞങ്ങൾ ഒത്തുകൂടുകയുണ്ടായി. പകൽ മുഴുവൻ ഡൽഹിയിലെ ജീവിതം നരകയാതന അനുഭവിക്കുന്ന ജനവിഭാഗത്തെ കണ്ടുകൊണ്ട് രാത്രിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെത്തിയ ഒട്ടേറെ ആളുകളുണ്ട്. അവർ വന്നത് വെറും കൈയോടെയല്ല, ഒട്ടേറെ ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത ധീരരായ പ്രവർത്തകരായിരുന്നവർ. നന്ദിഗ്രാമിൽ നിന്ന് വന്നവരുണ്ട്, സിംഗൂരിൽ നിന്ന് വന്നവരുണ്ട്, രാജസ്ഥാനിൽ നിന്ന് വന്നവരുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്നും ജാർഖണ്ഡിൽ നിന്ന് വന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് വന്നവരുണ്ട്. ഇവരൊക്കെ ഓരോ ജനകീയ പ്രസ്ഥാനങ്ങളിൽ സമരങ്ങളിൽ പങ്കെടുത്തവരാണ്. അതിൽപ്പെട്ട ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു കൺവീനറായിരുന്നു ഞാൻ പ്രതിഗീത എന്ന ഒരു സാംസ്കാരിക വേദിയുടെ കൺവീനറായിരുന്നു. പ്രതിഗീത എന്ന ഒരു മാസികയുടെ എഡിറ്ററായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഒരിക്കൽ ദയനീയമായി മർദ്ദനത്തിനിരയായത്. ഞാനും അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, എനിക്കും കിട്ടിയിരുന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് വന്നത്, ഭാസ്കരേട്ട, ഇന്ത്യയിൽ ഒരു ദേശീയ പാർട്ടിയെ പറ്റി ഒരു അന്വേഷണമുണ്ട്. നിങ്ങളൊരു ബദൽ ചിന്തകനാണല്ലോ, നിങ്ങൾ ബദൽ സാഹചര്യം ഒരുക്കിയെടുക്കാനാണല്ലോ 10-14 വർഷമായി പ്രതിനിധിയെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ രൂപീകരണത്തിന്. അങ്ങനെ എൻ്റെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ആ ഡൽഹിയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് ഞാൻ മാർക്സിയൻ ആചാര്യനായ K. ദാമോദരന്റെ മകൻ KP ശശിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു സിനി ആർട്ടിസ്റ്റാണ്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തരം ജനകീയ സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ഒട്ടേറെ ആളുകൾ 4-5 ദിവസം ചർച്ച ചെയ്താണ് ഈ പാർട്ടി രൂപീകരിച്ചത്. ചരിത്രപ്രസിദ്ധമായ മാർബലൻ നഗറിലെ ഹാളിലാണ് ഈ പാർട്ടി രൂപം കൊണ്ടത്. ആയിരക്കണക്കിന് ആളുകളുടെ ആരവം ഉയർന്നിരുന്നു. ഞങ്ങൾക്കൊരു പാർട്ടി ലഭിച്ചു, ഞങ്ങൾക്ക് ജീവിതം ഉറപ്പായി. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി കേരളത്തിൽ നിന്ന് പോയവർ. ഉത്തരേന്ത്യക്കാർ അത്ര ഹൃദയത്തോടെ ഹൃദയ കവാടം തുറന്നു വെച്ചാണ് ഈ പാർട്ടിയെ ഏറ്റെടുത്തത്. ഞങ്ങൾക്കൊരു പാർട്ടി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഈ നൂറ്റാണ്ടിൻ്റെ അവസ്ഥയുണ്ടാകും. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ദയനീയമായ അവസ്ഥ, സാധുപക്ഷത്ത് നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ദരിദ്രർ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരത്തിൽ അവരുടെ ജീവിതത്തോട് ചേർന്നിരിക്കാൻ, ആ സമരത്തെ ഒരു കൊടുങ്കാറ്റാക്കി ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കാൻ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലായിരുന്നു. എല്ലാ പാർട്ടികളും കോർപ്പറേറ്റുകളുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഈയിടെ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച പാർട്ടിയുടെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രസ്താവിക്കുകയുണ്ട്. കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്, BJP വാങ്ങിയിട്ടുണ്ട്, ഇടതുപക്ഷ പാർട്ടികൾ ചെറുതും വലുതും അതിന്റെ തോതനുസരിച്ച് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ കണക്ക് പറയുന്നില്ല. ഒക്കുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കെതിരായി ശബ്ദമുയർത്താൻ ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല.
അതുകൊണ്ട് തന്നെയാണ് ജനമനസ്സിൽ നിന്നുണ്ടായതാണ് പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. കോർപ്പറേറ്റുകൾക്കെതിരാണ് ഈ പാർട്ടി. ഞങ്ങൾ അക്ബാരികളിൽ നിന്ന് വാങ്ങുന്നില്ല, കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങുന്നില്ല. ജനങ്ങളിൽ നിൽക്കുന്ന ചെറു നാണയത്തുട്ടുകൾ വെച്ചുകൊണ്ട് ഒരു പട നയിക്കാൻ ഈ പാർട്ടി ഒരുങ്ങിയിരിക്കുക. അതാണ് ശ്രീജാന്ത് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? ഒരു ഭാഗത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഭീകരവാദികളാണത്രേ, തീവ്രവാദികളാണത്രേ. അവിടെയാണ് ഒരു പ്രത്യേക പട്ടാള അധികാരമുള്ളത്. ജനങ്ങളെ എപ്പോഴും വെടിവെച്ച് കൊല്ലാൻ പോലീസിന്, പട്ടാളത്തിന് ഗവൺമെന്റ് അധികാരം കൊടുത്തിരിക്കാൻ. മറ്റൊരു സ്ഥലം പശ്ചിമബംഗാൾ തൊട്ട് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അങ്ങനെ ഒറീസ, എങ്ങനെ നീണ്ടു കിടക്കുന്ന വനപ്രദേശങ്ങൾ. ഇവിടെയാണ് ദരിദ്രരായ കർഷകരും ആദിവാസികളും വസിക്കുന്നത്. ഇവിടെയാണ് ബോക്സൈറ്റിന്റെയും ഇരുമ്പയിരിന്റെയും വൻ ശേഖരങ്ങളുള്ളത്. ഈ പാവപ്പെട്ട മനുഷ്യജീവികളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനുള്ള ശ്രമത്തിലാണ് കോർപ്പറേറ്റുകൾ. ഇവിടങ്ങളിലെ പുഴകൾക്ക്, അതുപോലെ കുന്നുകൾക്ക്, പാറകൾക്ക് ഒക്കെ ബഹുരാഷ്ട്ര കുത്തകൾ വിലയിട്ടിരിക്കുകയാണ്. രഹസ്യധാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് കുഴിച്ചെടുത്താൽ കോടിക്കണക്കിന് ഡോളറാണ് ഓരോരോ മന്ത്രിമാരുടെയും അതുപോലെ MLA-മാരുടെയും MP-മാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും കയ്യിലെത്തുന്നു. അതുകൊണ്ട് ഈ മനുഷ്യജീവികളാണ് ആട്ടിയോടിക്കുക. പോകാൻ തയ്യാറായില്ലാത്തവരെ മാവോയിസ്റ്റുകൾ എന്നാരോപിച്ച് വെടിവെച്ചു കൊല്ലുക. ഒരിക്കൽ ഒറീസയിൽ അരുന്ധതി ചെന്നപ്പോൾ അവർ പറയുകയുണ്ടായി, 100ഓളം ആളുകളുടെ മൃതശരീരമാണ് ഞാൻ ഒറീസയിൽ കണ്ടത്. അതിൽ കമല എന്നൊരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ, സോണി സൊന എന്ന ഒരു ആദിവാസി പെൺകുട്ടി. അവർ ഛത്തീസ്ഗഡിൽ ജയിലിലാണ്. അവർക്ക് നേരെ ഉന്നയിച്ച ആരോപണമുണ്ടാണ്, നിങ്ങൾ മാവോയിസ്റ്റുകളെ സഹായിക്കുന്നു. ലജ്ജിക്കുന്ന കഥയാണ് നമ്മൾ കിടക്കുന്നത്. അവരുടെ ഗുഹ്യഭാഗത്തുനിന്ന് 6ഓളം വലിയ കല്ലുകളാണ് പോലീസുകാരൻ ഓപ്പറേഷൻ ചെയ്ത് നീക്കിയെടുത്തത്. നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നതാണ്, നമ്മുടെ ഭരണകൂടന്മാർ ചെയ്തത്. നമ്മൾ ജയിലറയിൽ നിന്നാണ് നടക്കുന്നത്. വിവരമില്ലാത്ത കുട്ടികൾ ഒരു കുട്ടിയെ ഹീനമായി കൊലപ്പെടുത്തിയതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ പട്ടാളക്കാർ കാശ്മീരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ത്രിപുരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിശക്തമായ ആദിവാസി മുന്നേറ്റം ഉണ്ടാകുന്നു ത്രിപുരയിൽ. അവിടെ സ്വതന്ത്രമായി മത്സരിച്ചൊരു പെൺകുട്ടിയെ 4ഓളം പോലീസുകാരാണ് വ്യഭിചരിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞത്. കേസെടുക്കാനാണില്ല. ജനകീയ പ്രക്ഷോഭം കൊണ്ട് ആ 4 പോലീസുകാർ ഇപ്പോൾ ജയിലിലാണ്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. കോർപ്പറേറ്റുകൾ വിരൽ ചൂണ്ടുമ്പോൾ അതിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഭരണകൂടമാണ് നിങ്ങൾക്ക്. ഇവിടെ മമതാ ബാനർജി പിന്തുണ പിൻവലിച്ചപ്പോൾ, അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മൾ ധരിച്ചത് എന്താണ്? വാൾമാർട്ടിന്റെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഈ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇപ്പോൾ വീഴുന്നതാണ്. അവിടെയാണ് റിലയൻസ് ഇടപെടുന്നത്. പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ്, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾക്ക് എത്ര MP-മാർ വേണം? 340ഓളം MP-മാർ ഞങ്ങളുടേതാണ് ഇന്ത്യൻ പാർട്ടിയിലുള്ളത്. അവർ പല പാർട്ടികളിലുമാണ്. പക്ഷേ ഞങ്ങളുടെ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഈ MP-മാർ. നിങ്ങൾക്ക് എത്ര പിന്തുണ വേണം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് അടുത്ത ലോകസഭയിൽ വരണോ? ഓക്കെ, പക്ഷെ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. പൂർണ്ണമായി ഞങ്ങൾ അനുസരിക്കൂ. ആ കൽക്കരിപ്പാടങ്ങൾ എനിക്ക് തരൂ. അതുപോലെ വിദ്യുത് ശക്തി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരൂ. അതുപോലെ പ്രകൃതിവാതക കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു അന്വേഷണം നടത്തരുത്, ഞങ്ങൾ ചെയ്യാം. ഡീസലിനും പെട്രോളിനും ഞങ്ങൾ വില നിയന്ത്രിക്കാം. ഇതൊക്കെ ഞങ്ങൾക്ക് തരൂ. നിങ്ങളുടെ ഭരണം ഞങ്ങൾ നിലനിർത്താം. അപ്പോൾ മമതാ ബാനർജി പിൻവലിച്ചു. അവരുടെ മന്ത്രിമാർക്ക് പകരം മറ്റാളുകളെടുത്തു. അപ്പോഴാണ് റിലയൻസ് പറയുന്നത്, നിങ്ങൾ ആ ജയൽവാർ റെഡ്ഡിയെ തൊടിയിക്കരുത്. ജയൽവാറിന്റെ പെട്രോളിയം മന്ത്രിയായിരുന്നപ്പോൾ റിലയൻസിനെതിരെ ഒരാൾ നീക്കം നടത്തിയാണ്. ഗോദാവരി നദീതീരത്തുള്ള അവരുടെ ഗോഡൌണുകളിലേക്ക് CIG വിട്ട ആളാണ് ജയ്പാൽ റെഡ്ഡി. അതുകൊണ്ട് ജയ്പാൽ റെഡ്ഡിയെ അങ്ങ് മാറ്റും, മറ്റാരെങ്കിലും വിടും. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ചെയ്തു, ജയ്പാൽ റെഡ്ഡിയെ മാറ്റും. ഇപ്പോഴാണ് നമുക്കൊരു കഥ ഓർമ്മയത്. ഈയുടെ അടുത്ത് ചെറിയാന്റെ ഭസ്മാസുരം എന്നൊരു കവിത വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായി. ഭസ്മാസുരന് വരം ലഭിക്കുന്നു, ശിവനിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ശിവനോട് ഭസ്മാസുരൻ പറയുന്നത്, നമ്മളിപ്പോൾ തുല്യരാണ് കേട്ടോ, നീയാണ് എന്നെ വളർത്തിയത്, നീയാണ് എനിക്ക് ശക്തി നൽകിയത്, പക്ഷേ ഇന്ന് ഞാൻ നിനക്ക് തുല്യനാണ്. നിത്യശാന്തമാം പാലാഴിയിൽ നാഗതൽപ്പമേറിക്കിടക്കും മഹാരായൻ അർദ്ധഹാസമായി വിട്ടുനോക്കുന്നത് അത്തലേശാത്തൊരെന്നെയോ നിന്നെയോ. നമുക്ക് തുല്യ, മഹാവിഷ്ണുവിന്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ്. പണിതൻ വിധ്വംസസിദ്ധിയാൽ നമ്മൾ എന്ത് തുല്യരെന്ന് നോക്കണം. ഗംഗതൻ ദിവ്യ വേഗം കുറയ്ക്കുവാൻ എൻ കരങ്ങൾക്കുമാവുമെന്ന് ഓർക്കണം. പിന്നെയാണ് ശിവനോട് ചോദിക്കുന്നത്, നീ എന്തൊരു പ്രാകൃതനാണ്, ഇങ്ങനെയാണോ നീ നടക്കേണ്ടത്? ഇങ്ങനെ പ്രാകൃതനായി ഭസ്മവും പൂശി കഴുത്തിൽ പാമ്പിനെയും കൊണ്ട് നടക്കുന്ന നീ എന്തൊരുത്തനാണ്? എന്നെ പോലെ നന്നായി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു, നിനക്കെന്തിനാണ് ചന്ദ്രക്കല? ഇന്ദ്രതീല പതക്കം ചമയ്ക്കുവാൻ ചന്ദ്രബിംബം എനിക്ക് തന്നു. പാമ്പിനെ കഴുത്തിലിട്ട് നടക്കുന്ന നിനക്ക് തലയിൽ ഒരു ചന്ദ്രക്കല, ആ ചന്ദ്രക്കല എനിക്കതാ. അപ്പോഴാണ് ശിവൻ ജീവനും കൊണ്ട് ഓടുന്നത്, മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. മഹാവിഷ്ണു ശ്രീരൂപം പ്രാപിക്കുന്നു, ഭസ്മാസുരനെ ഒരു മരണത്തിലേക്ക് നയിക്കുന്നു. ആദ്യമായി സ്ത്രീയെ ശത്രു സംഹാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ചരിത്രത്തിന്റെ തുടക്കമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഭസ്മാസുരന് വരം ലഭിച്ചതുപോലെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ലഭിച്ച വരം,
അവരുടെ സാമ്പത്തിക വളർച്ച ഇന്ത്യൻ ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി ഒരു ദേശീയ പാർട്ടി. നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ പറയാനുള്ളത്, ഇതൊരു വാർഡ് മെമ്പർ സ്ഥാനത്തിന് മനസ്സിലുണ്ടായ പാർട്ടിയല്ലേ, ഒരു MLA ആവാനുണ്ടായ പാർട്ടിയല്ലേ, ഇന്ത്യൻ പാർലമെന്റിൽ മാറ്റാനുണ്ടാക്കാൻ ഒരു ദേശീയ ബദൽ സംഘടിപ്പിക്കാനുള്ള പാർട്ടിയാണ്. അതിന്റെ ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം 4500 ദളിത് ഗ്രൂപ്പുകളുണ്ട് ഈ രാജ്യത്ത്. ഒന്നും രണ്ടുമല്ല. അവർക്കൊന്നും രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമായി ഒരു ഇഞ്ച് മുന്നോട്ട് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുപോലെ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ, അവർക്ക് MLA മാരുണ്ട്, MP-മാരുണ്ട്. അതുപോലെ ഒരുപാട് സമര ഗ്രൂപ്പുകൾ ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിലുമുണ്ട്. ഈ ഗ്രൂപ്പുകളെ ഏകീകരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വിജയപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 10-12 സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ കേരളത്തിലും ഈ അടുത്ത ദിവസം ഇടതുപക്ഷ ഏകോപന സമിതിയുടെ നേതാവ് ഹരിഹരൻ ഞങ്ങളുടെ വേദിയിൽ വെച്ച് പറഞ്ഞു, ഇവിടെ കേരളത്തിലും ഒരു മുന്നണി ഉണ്ടാവണം. കേരളത്തിൽ ഇപ്പോൾ ഒരു മുന്നണിയേ ഉള്ളൂ. LDF UDF ഒരു നാണയത്തിന്റെ വശമാണ്. അതൊരു മുന്നണി എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഒന്നാണ്. അപ്പോൾ ഒരു രണ്ടാം മുന്നണി വരണം ഇവിടെ. ഈ രണ്ടാം മുന്നണി രൂപീകരിക്കാൻ, അത് നേതൃത്വം കൊടുക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിക്കും. ഇവിടെയുള്ള എല്ലാ ചെറിയ ഗ്രൂപ്പുകളെയും ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ ശക്തമായ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ അന്തസ്സായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പത്രങ്ങളൊക്കെ വന്നാണ്. അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഹരിഹരൻ പറയുന്നത്. കൊടുങ്ങല്ലൂരിലുള്ള മുരളി CPI ആയിട്ടല്ലോ ബന്ധം, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുരളി ഞങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് കേരളത്തിൽ അതിശക്തമായ ഒരു മുന്നണിക്ക് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഞങ്ങളുടെ കൊണ്ടുണ്ടാവും. ഇപ്പോൾ ഭൂസമരത്തെ പറ്റി നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ഭൂസമരം? 1945-46 കാലഘട്ടത്തിൽ നമ്മൾ കേട്ട മുദ്രാവാക്യം എന്താണ്? കൃഷിഭൂമി കർഷകന്, കർഷക സംഘം സിന്ദാബാദ്. ഈ മുദ്രാവാക്യമാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ച പ്രധാന ഘടകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു, എല്ലാവരും ആഗ്രഹിച്ചു ഇവിടുത്തെ ഭൂപരിഷ്കരണം നടപ്പാക്കും. ഈ അടുത്ത ഗൗരിയമ്മ അടുത്ത ദിവസം പറയുകയുണ്ടായി, ഭൂപരിഷ്കരണ ബിൽ എഴുതിയത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഞാൻ എഴുതുന്നത്. കാരണം തോട്ടം ഭൂമിയെ ഒഴിവാക്കിയിരിക്കുന്നു. കൈവശമുള്ളവർക്ക് ഭൂമി കൊടുക്കുക എന്നൊരു രീതിയിലേക്ക് ഭൂപരിഷ്കരണ ബില്ല് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ ഞാൻ ദുഃഖിതയാണ് എന്നാണ് ഇത് എഴുതിയ KR ഗൗരിയമ്മ. കേരളത്തിൽ കൈവശമുള്ളവർക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. അല്ലാത്തത് ഇതാണ് കൊടുത്തത്, കുടികിടപ്പാണ് കൊടുത്തത്. ജന്മിയുടെ വീട്ടിന് മുമ്പിൽ ഒരു കുടിയാന് താമസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ താമസിക്കുന്നതിന് ഉറപ്പ് ശാഠ്യം പിടിച്ചാൽ അവർ 4 സെന്റ്, അല്ല എവിടെയെങ്കിലും കുന്നിൻ്റെ മുകളിലേക്ക് മാറിപ്പോയാൽ 10 സെന്റ്. ഇതാണ് കേരളത്തിൻ്റെ കുടികിടപ്പ് കൊടുത്തത്. അത്യാവശ്യം കൈവശമുള്ളവർക്ക് ജന്മിമാരിൽ നിന്ന് കൃഷിഭൂമിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി ഏറ്റെടുത്ത 4-5 ഏക്കറുകളിലൊക്കെ ഭൂമി കിട്ടിയിട്ടുണ്ട്. അതാരാണ്? അന്ന് നമ്പൂതിരിമാരുടെ കയ്യിലാണ് ഭൂമിയുള്ളത്. ഒരു ദളിതന് നമ്പൂതിരിമാർ വഴിയിലുള്ള സഞ്ചരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണം. എനിക്ക് ഭൂമി തരണം, എനിക്ക് കൃഷി ചെയ്യാൻ നിങ്ങൾ 4 ഏക്കർ തരണമെന്ന് പറയാൻ ഒരു ജന്മിയുടെ അടുത്ത് വരും പറയാൻ ദരിദ്രനായ ദളിതന് കഴിയില്ല. കാരണം അന്നത്തെ സമ്പന്നവർഗം, പ്രത്യേകിച്ച് ഈഴവന്മാർ, അതുപോലെ നായന്മാർ, അതുപോലെ ഉള്ള ആൾക്കാർ കൈവശം വെച്ച ഭൂമി അവർക്ക് കിട്ടുകയും അവർക്ക് പട്ടയം ലഭിക്കുകയും അവർക്ക് ഭൂമുടമകളായി മാറുകയാണ് ചെയ്തത്. പട്ടയം ലഭിക്കാൻ അതേസമയം മണ്ണിൽ അധ്വാനിച്ച ദളിതന് ആർക്കാണ് ഭൂമി കൊടുത്തത്? കേരളത്തിൽ കൊട്ടിഘോഷിക്കുന്ന ഇപ്പോൾ ഭൂസമരം നടക്കുകയല്ലേ, വിനയപൂർവ്വം ഞങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാർ ചോദിക്കട്ടെ, നിങ്ങൾ കേരളത്തിൽ ആർക്കാണ് ഭൂമി കൊടുത്തത്? ആദ്യം കൊടുത്തില്ലേ കേരളത്തിൽ 700 ഏക്കർ ഭൂമി ഉത്തരേന്ത്യയിൽ നിന്നൊരു ബെർളയെ കൂട്ടി വന്നു. ഏറ്റവും വലിയ കുത്തക മുതലാളി ബെർളയെ കൂട്ടിക്കൊണ്ടു ചാലിയാറിന്റെ കരയിൽ 700 ഏക്കർ ഭൂമിയല്ലേ നിങ്ങൾ കൊടുത്തത്? അതേസമയത്ത് അതുവരെ വ്യവസായമില്ലായിരുന്നു. തിരുകൊച്ചിയിൽ SRCPയുടെ കാലത്ത്, ഞാൻ SRCPയെ ന്യായീകരിക്കുകയല്ല, SRCPയുടെ കാലത്ത് കേരളത്തിൽ വ്യവസായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5ഓളം ഖനമുള്ള വ്യവസായങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് SRCPയുടെ കാലത്താണ്. നമ്മുടെ കുരുമുളക് വിറ്റ നികുതി പണം കൊണ്ട്, കൊപ്പര വിറ്റ നികുതി പണം കൊണ്ട്, ഈ നികുതി പണം കൊണ്ട് മാത്രമാണ് SRCP തിരുവനന്തപുരത്ത് തിരുകൊച്ചിയിൽ 5ഓളം ഖനമുള്ള വ്യവസായങ്ങൾ ഉണ്ടാക്കിയത്. അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. SRCPക്കെതിരെ ഞങ്ങൾ സമരം നടത്തിയത് അദ്ദേഹത്തെ ഏകാധിപത്യം കൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടി വളർത്താൻ വേണ്ടിയാണ്. കൊളോടി ഗോവിന്ദൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അവസാനം പറഞ്ഞിട്ടുണ്ട്, SRCPയുടേത് നല്ല ഭരണമായിരുന്നു. എന്തിനാണ് ഒരു കുത്തകയെ കേരളത്തിൽ കൊണ്ടുവന്നത്? എത്ര നാശമാണ് ഈ ബെർള നമുക്കുണ്ടാക്കി വെച്ചത്? നമ്മുടെ മുള്ളങ്കാടുകൾ, ബിർള ഒരു വാമനത്തെ രൂപപ്പെടുകയായിരുന്നു EMSന്റെയും TV തോമസിന് മുമ്പിൽ. ഒരു കൈ ബിർളയുടെ നീണ്ടത് അങ്ങ് മുത്തങ്ങ കാടുകളിലേക്കാണ്, മറ്റൊരു കൈ നീണ്ടത് അങ്ങ് നിലമ്പൂർ കാട്ടിലേക്കാണ്. ഇതത്രയുമുള്ള മുളങ്കാടുകൾ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം 10 കൊല്ലത്തേക്ക് വിദ്യുത് ശക്തി ഫ്രീ ആയി.
ഒരു ഉറുപ്പിക നികുതി ഈ ബിർളയുടെ വ്യവസായം കൊണ്ട് ഈ കൊച്ചു സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല. അതാണ് ചരിത്രം. അതേസമയം നമ്മുടെ കോടിക്കണക്കിന് ഉറുപ്പിക ബിർള ഇവിടുന്ന് ഊറ്റിയെടുക്കുകയാണ്. ഒരു പൾപ്പ് ഫാക്ടറിയാണ് കൊണ്ടുപോയത്. മുതലാളിത്തത്തിന്റെ പ്രകൃതിയോടുള്ള ഏറ്റവും ക്രൂരമായ സമീപനമാണ് ബിർള കാണിച്ചത്. നമ്മുടെ പ്രകൃതിയെ അപ്പടി ഊറ്റിക്കൊണ്ടുപോയും ഒരു നയ പൈസ നികുതി ഇനത്തിൽ ഈ കേരളത്തിന് നമ്മുടെ സർക്കാരിന് ബിർളയിൽ നിന്ന് കിട്ടിയില്ല. വിദ്യുച്ഛക്തി ഇനത്തിൽ കിട്ടുക 10 കൊല്ലത്തേക്ക് വിദ്യുച്ഛക്തി ഫ്രീ ആയിരുന്നു. കാലാകാലങ്ങളിൽ തൊഴിലാളികളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യം നേടിയെടുക്കുകയാണ് ബിർള ചെയ്തത്. കേരളത്തിന്റെ ഒരു ദുരന്തമായിരുന്നു നമുക്ക് സൃഷ്ടിച്ചത്. ചാലിയാറിനെ ജലമൊഴുക്കുന്ന കാളിത്തിയാക്കി മാറ്റി. മണൽ വാരുന്ന തൊഴിലാളികൾക്ക്, അതുപോലെ മത്സ്യം പിടിക്കുന്നവർക്ക്, അലക്കുകാർക്ക് ചാലിയാൽ ഇറങ്ങാത്ത അവസ്ഥ വേണം. അവസാനം ജനകീയ സമരം വേണ്ടി വന്നില്ലേ? ഈ ബിർളയോട് നാട്ടുകടിക്കാൻ മാവൂരെന്ന് പറഞ്ഞാൽ ഭയക്കുന്നൊരവസ്ഥ വന്നില്ലേ? ഒരുപാട് ആസ്മ രോഗികൾ, ക്ഷയരോഗികൾ, ക്യാൻസർ രോഗികൾ ഇതുകൊണ്ട് നിറഞ്ഞില്ലേ മാവൂരിൽ? ആരാണ് ഇതുണ്ടാക്കിയത്? 1957 കേരളം ആദ്യമായി ഭരിച്ച കേരളത്തെ ഒരു കുഞ്ഞിനെ പോലെ ഇളം കൈയിലേറ്റു വാങ്ങിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ബിർളയെ കൊണ്ടുവന്നു ഈ ദുരിതത്തിൽ. പോട്ടെ, അതൊക്കെ നമുക്ക് മറക്കാം. പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനിയെ കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത്? സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ, E.K. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി വരുന്നത്. വെള്ളം ഊറ്റിയെടുക്കാൻ ഈ വാൾമാർട്ടിന് പെരുവി വളരെ വേഗത്തിൽ യശോധനൊക്കെ പറയുന്നില്ലേ? കോടികളുടെ 135 കോടി ഉറുപ്പികയാണ് വാൾമാർട്ട്. പക്ഷെ പ്ലാച്ചിമടയിൽ ഈ വാൾമാർട്ടിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ കോടീശ്വരന്മാരാണ് ഈ കൊക്കോകോള കമ്പനിമാരാൾമാർ. അമേരിക്കൻ പ്രസിഡന്റിന് കൂടെ കാറിൽ സഞ്ചരിക്കാൻ അധികാരമുണ്ട്. അമേരിക്കൻ പാർലമെന്റിൽ തന്നെ കയറി ചെല്ലാൻ അധികാരമുള്ളവരാണ് ഈ കോർപ്പറേറ്റ് കൊക്കോകോള കമ്പനിക്കാർ. അവർ വെറുതെ ഒഴിഞ്ഞ മടിശീലയുമായാണല്ലോ പ്ലാച്ചിമടയിൽ വന്നത്. ഇഷ്ടം പോലെ പണം ഒഴുക്കിയിട്ടുണ്ട്. ഒരു കൊല്ലം ബോധവൽക്കരണമായിരുന്നു. പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി വന്നാൽ ഇവിടെ സ്വർഗമാവും എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ ഉണ്ടായതെന്താണ്? ഒരു കൊല്ലം വെള്ളമേറ്റിയപ്പോൾ ആദിവാസികൾക്ക്, ദളിതർക്ക് വെള്ളമില്ലാതായി. അവർക്ക് വിധിക്കപ്പെട്ട വെള്ളം തോട്ടിലെയും കുളത്തിലെയുമാണ്. അവർ വെള്ളമന്വേഷിച്ചപ്പോൾ ഒരു തുള്ളി ദാഹജലം ലഭിക്കാനില്ല. അങ്ങനെയാണ് അവർ സമരം ആരംഭിക്കുന്നത്. 7 ആദിവാസി സ്ത്രീകൾ പെരുമാട്ടി പഞ്ചായത്തിന് മുന്നിൽ പന്തൽ കെട്ടി സമരം ചെയ്യുകയായിരുന്നു. ആ സമരപ്പന്തലൊക്കെ പലപ്പോഴും പൊളിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേയും ആ സമരം വലുതാക്കിയാണ്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ സഹായമില്ലാതെയും ജനങ്ങളുടെ സഹായം ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ സമരത്തിലൂടെ ഈ കൊക്കോകോള ഭീകരനെ ഈ കേരളത്തിൽ നിന്ന് നാടുകടത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അത് ദളിതർ, ആദിവാസികൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരം. അതുപോലെ തന്നെ മുത്തങ്ങയിൽ ആദിവാസികൾ ഉയർത്തിക്കൊണ്ടുവന്ന സമരം, ചെങ്ങറയിൽ ദളിതർ ഇടപെട്ട സമരം. അവിടെ ചെങ്ങറയിൽ ഒരു കമ്മ്യൂൺ ഉണ്ടാക്കിയാണ് ചെയ്തത്. ഒരു പാരീസ് കമ്മ്യൂണിൽ പങ്കെടുത്തവരെ മാർക്സ് വിശേഷിപ്പിച്ചത് സ്വർഗത്തിന് കല്ലെറിഞ്ഞ ധീരന്മാരെന്നാണ്. പക്ഷേ ചെങ്ങറയിൽ ഒരു കമ്മ്യൂൺ ഉണ്ടാക്കിയവരെ, പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മാതൃക സൃഷ്ടിച്ചവരെ, കേരളത്തിൽ മിച്ചഭൂമിയുണ്ട്, അതുപോലെ പാട്ടഭൂമിയുണ്ട്, ഇച്ഛാശക്തിയുണ്ടോ ഗവൺമെന്റുകൾക്ക് വീതിച്ചു കൊടുക്കാനെന്ന് ധൈര്യപൂർവ്വം ശക്തമായി സംസാരിച്ചവരെ, സംവദിച്ചവരെ അച്യുതാനന്ദനാണ് പറഞ്ഞത് റബ്ബർ കള്ളന്മാരെന്നാണ് പറഞ്ഞത്. കാലം മാർക്സത്തിന് വരുത്തിയൊരു മാറ്റമായി നമുക്കതിനെ കാണാം. അതാണ് ഞങ്ങൾ പറഞ്ഞത്, പ്രവചനത്തിന്റെ കാലം കഴിഞ്ഞു പോയി. ഒരു പ്രവചനമുണ്ട്, ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകമാണ് ഞങ്ങളുടെ സ്വപ്നം. അവർ ഡ്രീം ഈസ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി. ഇതാരാണ് പറഞ്ഞത്? ഇതൊരു വിപ്ലവ പാർട്ടിയുടെ ഓഫീസിലെ സ്വീകരണ മുറിയിൽ എഴുതിയ വാക്കല്ല, അവരുടെ ചുമരെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ട വരികളുമല്ല ഇത്. വാഷിംഗ്ടൺ DC-യിലെ ലോക ബാങ്കിന്റെ ആസ്ഥാനത്തിൽ എഴുതി വെച്ച മനോഹരമായ വരികളാണിത്. ദാരിദ്ര്യമില്ലാത്ത ലോകമാണ് ഞങ്ങളുടെ സ്വപ്നം. അതുപോലെ 1848 മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, മാനവരാശിയുടെ പ്രോജ്വലമായ ഭാവി കമ്മ്യൂണിസത്തിലൂടെയാണ്. മൂലധനത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു, മുതലാളിത്തത്തിന് നേരെ എഴുതി വിട്ട ദിവ്യാസ്ത്രമാണ് ഇത് എന്ന്. ഈ ദിവ്യാസ്ത്രം ഏത് കളിപ്പൊയ്കയിലാണ് പോയി വീണത്? അതുകൊണ്ട് പ്രവചനത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഉണർവുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇന്നലെ വരെ ഭരിച്ചവർ, അതുപോലെ ജനാധിപത്യവും അതുപോലെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവർ, അവർ തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് ജനാധിപത്യം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. മാത്രം പോരാ, ഈ ഭരണത്തിലെ ശ്രീകോവിലെ കയറിയിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വലിയ ശബ്ദത്തോടെ ജനങ്ങൾ തിരിച്ചു വരാൻ തിരിക്കുന്നു. ഈ തിരിച്ചു വരുന്ന ജനതയെ ഒരു വലിയ സംഘശക്തിയാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ ആനന്ദിന്റെ ഒരു കഥ വന്നു. വിഷ്ണു എന്നാണ് കഥയുടെ പേര്. ആ വിഷ്ണു ഒരു ആക്ടിവിസ്റ്റാണ്. മാസത്തിലൊരിക്കൽ ആനന്ദ് എന്ന എഴുത്തുകാരനെ കാണാൻ അയാൾ സ്ഥിരമായിട്ട് വരും. അത് വിഷ്ണു ചോദിക്കുന്ന ചോദ്യമുണ്ട്, സർ, എന്തുകൊണ്ടാണ് ആവാസഭൂമിയിൽ നാട്ടിയോടിക്കപ്പെടുന്ന ആദിവാസിയും കൃഷിയിടങ്ങളിൽ നഷ്ടപ്പെടുന്ന കൃഷിക്കാരനും നാളത്തെ കംസസ്ഥാനവും അതുപോലെ ഹിരണ്യസ്ഥാനവും ആഗ്രഹിച്ചു കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ തന്നെ പോകുന്നത്? അതൊരു ചോദ്യം. ഇവർക്ക് സ്വന്തമായി താവളം ഉണ്ടാവണം, ഇവർക്ക് ഈ താവളത്തിൽ നിന്ന് പടം നയിക്കണം.
ഈ പട ഇന്ത്യൻ പാർലമെന്റ് വളയണം. ഡൽഹിയിലെ മുകുന്ദന്റെ ഡൽഹി കഥ എന്ന നോവൽ അവസാനിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യൻ പാർലമെന്റ് വളയാണ്. ദരിദ്രരാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അവരുടെ കയ്യിൽ ചെങ്കൊടിയില്ല. ദരിദ്രർ ഒരു ജനകീയ. ഞാൻ മുകുന്ദനോട് ചോദിച്ചിട്ടുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാസ്കർ അത് കഴിഞ്ഞ് എനിക്ക് നേരിട്ട് അറിയാം മുകുന്ദനെ അടി കിട്ടിയപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള. അപ്പൊ മുകുന്ദ അക്കാലം കഴിഞ്ഞു. ഇനി ഒരു ചെങ്കൊടി ഉയർത്തി ഭൂമുഖത്ത് സമരം ഉണ്ടാവില്ല. ജനങ്ങൾ സമരം ഉയർത്തി. കാരണം ജീവിത പ്രയാസത്തിൽപ്പെട്ട് ആണ്ടാണ്ട് പോകുന്ന ഒരു ജനത ഇന്ത്യൻ പാർലമെന്റ് വളരുക തന്നെ ചെയ്യും. അതിനൊക്കെയാണ് ഈ പാർട്ടി ഉണ്ടായത്. അല്ലാതെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല, കൂടുതൽ പോകാൻ വേണ്ടിയല്ല, ഒരു MLA അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, ഒരു വാർഡ് മെമ്പർ ആവാനല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ചില പാർട്ടിക്കാരുടെ പ്രവർത്തനം കണ്ട അവർ ഇന്നലെ ജനിച്ച പാർട്ടിയാണ് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ഒപ്പുശേഖരണം കണ്ടു. ഇടതുപക്ഷക്കാരാണ് ഒപ്പിച്ച്. അവർ പറയുന്നത് എന്താണ്? റേഷൻ കാർഡ് 2 സ്ഥലം വേണ്ട, APL BPL കാർഡ് വേണ്ട, എല്ലാവർക്കും ഒരു കാർഡ് മതി, എല്ലാവർക്കും മിതമായ നിരക്കിൽ റേഷൻ കൊടുക്കണം. ഞാൻ വിനയപൂർവ്വം അവരോട് ചോദിക്കട്ടെ, ദേവഗൗഡ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തത് ആരാണ്? CPM ആണ്. ചതുരാനന്ദൻ മിശ്ര, അതുപോലെ ഇന്ദ്രജിത്ത് ഗുപ്ത, 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അതിൽ മന്ത്രിമാരെ. ആഭ്യന്തരമന്ത്രി ഇന്ദ്രജിത്ത് ഗുപ്ത, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചതുരാനന്ദൻ മിശ്ര, ബീഹാറിയാണ്. അന്നല്ലേ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന്റെ കടയ്ക്ക് കത്തി വീണത്. അന്നാണ് പറഞ്ഞത് കൂടുതൽ പാവപ്പെട്ടവർക്ക് കൂടുതൽ റേഷൻ കൊടുക്കണം. റേഷൻ ട്രാൻസാക്ടറി ഡിസ്ട്രിബ്യൂഷണറി സിസ്റ്റം, ട്രാൻസാക്ടറി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്ന അതാണ്. അതുവരെ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. പണ്ട് കൊയ്ത്തുകാലങ്ങൾ എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായപ്പോൾ അന്നത്തെ അധികാരി വരുമായിരുന്നു, കൂടെ മേനോനും ഉണ്ടാവും. നിങ്ങൾക്ക് 3 മാസത്തേക്ക് റേഷൻ ഇല്ല, കാരണം നിങ്ങൾ കൃഷിയുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റേഷൻ. എല്ലാവർക്കും റേഷനുള്ള സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. 1967 സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം വന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ തന്ന് ഇല്ലാതാക്കിയതാരാണ്? ദേവഗൗഡ മന്ത്രിസഭ. CPI നേതാവ് ചന്ദ്രാനന്ദൻ മിശ്ര സിവിൽ സപ്ലൈസ് മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ ചോദിക്കണം നിങ്ങൾക്ക് CPI-ക്കാരോട്, നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ എന്താണ് അധികാരമുള്ളത്? കാരണം അന്ന് നല്ല ഉദ്ദേശമാണ്. ഉദ്ദേശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. കൂടുതൽ ദരിദ്രർക്ക് കൂടുതൽ റേഷൻ കൊടുക്കണം. കേട്ടാൽ തോന്നും അംബാനിയുടെയും ബിർളയുടെയും ഗോയങ്കയുടെയും KTCയുടെയും മക്കൾ റേഷൻ ഷാപ്പിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ടെന്ന്. അവരാരും റേഷൻ ഷാപ്പിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും റേഷൻ കാർഡുള്ള റേഷൻ ഷാപ്പ് എന്നായിരുന്നു പേര്. ഒരു മഞ്ഞ ബോർഡ്, അതിൽ കറുത്ത അക്ഷരത്തിൽ റേഷൻ ഷാപ്പ് എന്ന് എഴുതി വെക്കുമായിരുന്നു. അത് മാറി ഇപ്പം എന്താ? പൊതുവിതരണ കേന്ദ്രമാണ്. ഇപ്പം റേഷൻ ടാർഗറ്റഡ് ചെയ്യപ്പെട്ടു. ഒരു കൂടുതൽ ആൾക്ക് റേഷൻ ഇല്ലാതായി, വളരെ കുറച്ച് ആൾക്കാർക്ക് റേഷനായി. ഈ APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് റേഷൻ ഷാപ്പ് ഇപ്പം അടുത്ത കാലത്ത് 2 രൂപയായിട്ടാണ് ചിലർ പോകാൻ തുടങ്ങിയത്. റേഷൻ ഷാപ്പ് എന്നേക്കുമായി അവൻ്റെ സ്വപ്നത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ഇപ്പോൾ അത് രംഗത്ത് വന്ന് ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന് തട്ടിപ്പായി കാണാൻ ജനങ്ങൾ തയ്യാറെടുക്കും. നിങ്ങൾ അടിവരയിട്ട് പറഞ്ഞോളൂ, ദേവഗൗഡ മന്ത്രിസഭ. അവിടെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചത് ജ്യോതിബാസുവിനായിരുന്നു. ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാകാൻ പാർട്ടിക്കാർ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായ ഒരു മണ്ഡലം. ആ കാലമാണ്. അപ്പോൾ ദേവഗൗഡ മന്ത്രിക്ക് പിന്തുണ കൊടുത്ത CPM, ദേവഗൗഡ മന്ത്രിസഭയിൽ അംഗങ്ങളായ CPI, ഈ 2 പാർട്ടികളും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന് കടക്കത്തി വെച്ചവരിൽ ഇല്ലാതാക്കിയവർ മുഖ്യ പങ്ക് വഹിച്ചവരാണ്. അന്നാണ് നമ്മുടെ റേഷൻ സമ്പ്രദായം അവസാനിക്കുന്നത്. 1997 കാലത്ത്. അന്നാണ് ആഗോളീകരണത്തിന്റെ അതിശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് രാഷ്ട്രീയം. ഇതിൽ നിന്നൊക്കെ മാറ്റം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നത്. പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് അവസാനം. അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. എന്താണ് ചെയ്തത്? സോഷ്യലിസ്റ്റ് ആഗ്രഹിക്കുന്ന സ്ഥിതി സമത്വം എന്ന ആശയത്തിന് ശവക്കച്ച പുതപ്പിച്ചുകൊണ്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് അവസാനിപ്പിച്ചത്. ഇനി ഭൂമിയിൽ ആരും സ്ഥിതി സമത്വത്തെ പറ്റി സ്വപ്നം കാണരുത്, അത് കഴിഞ്ഞു എന്ന പ്രഖ്യാപനമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് അവസാനിച്ച് വിളംബരം ചെയ്തത്. എന്താണ് അവർ പറഞ്ഞത്? ശതകോടീശ്വരമാണ് പാർട്ടി കോൺഗ്രസിലുള്ളത്. അവിടെ സംരംഭകർക്ക് മാത്രമേ ഇനി പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളൂ. കോടീശ്വരമാണ്. ഏറ്റവും വലിയ ട്രാൻസ്പിറേഷൻസ് ഓഫ് ദ വേൾഡ് എന്നൊരു സംഘടനയുണ്ട്. അവർ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും അധികം കൈക്കൂലി അഴിമതി നടക്കുന്ന രാജ്യമാണ് ചൈന. അത് അവർ തന്നെ സമ്മതിച്ചു. അഴിമതി ഇല്ലാതാക്കണം. എങ്ങനെ ഇല്ലാതാക്കും? പൂർണ്ണമായി കോർപ്പറേറ്റുകൾ അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റ്. എങ്ങനെ ചെങ്കൊടി കീഴിൽ മുതലാളിത്തം നടപ്പാക്കാം എന്ന ശക്തമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ചൈനീസ് കോൺഗ്രസ് പിരിച്ചത്. പണ്ട് മാവോയിസ്റ്റിന്റെ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഡെൻ പിയാവോസിംഗിന്റെ അനുയായികൾ, അനന്തരവന്മാർ, ബന്ധുക്കൾ, ഇവരൊക്കെയാണ് മുതലാളിത്ത ചിന്ത ഇന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസം എന്ന പേര്. എങ്ങനെ മുതലാളിത്തമാണ്, കോർപ്പറേറ്റുകളാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും. ഇവിടെ അടുത്ത ദിവസം കുറച്ച് CPI നേതാക്കന്മാരെ ചൈന ക്ഷണിക്കുകയുണ്ടായി. അടുത്ത് കോൺഗ്രസ്സുകാരെ ക്ഷണിക്കും, ലീഗുകാരെ ക്ഷണിക്കും, BJP-ക്കാരെ ക്ഷണിക്കും. എന്തിനാണ് ക്ഷണിക്കുന്നത്? CPI-ക്കാരെ വിളിച്ചിട്ട് അവിടുന്ന് മാർഷലിസം ചർച്ച ചെയ്യാനല്ല വിളിച്ചത്. എങ്ങനെ മാർഷത്തിന് പുതിയ ജീവൻ കൊടുക്കാമെന്നുള്ള ധാരണയിലല്ല വിളിച്ചത്. എന്താണ്?
അവിടുത്തെ വിപണി കാണിച്ചു കൊടുത്താണ്. നിങ്ങൾ വെറുതെ ഇന്ത്യയിൽ നിന്ന് വാൾമാർട്ടിനെ എതിർക്കണ്ട. വാൾമാർട്ടിൻ്റെ, ആപ്പിളിൻ്റെ, ബഹുരാഷ്ട്ര കാർ ലോബികളുടെ എല്ലാം ചൈനയിലുണ്ട്. അമേരിക്കയുടെയും ജപ്പാന്റെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചൈനീസ് വിപണിയിലുണ്ട്. അതുപോലെ ചൈനീസ് സാധനങ്ങൾ അവരുടെ വിപണിയിലുണ്ട്. ഇതാണ് പുതിയ ലോകക്രമം. ഇതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി രൂപം കൊടുക്കണം, പ്രവർത്തന രൂപം കൊടുക്കണം, പ്രവർത്തനത്തിന് രൂപരേഖ തയ്യാറാക്കണം. അല്ലാതെ മാർസിനൻസ് ചർച്ച ചെയ്യാനല്ല വിളിച്ചത്. വാൾമാർട്ടിന്റെ ഒരുപാട് സാധനങ്ങൾ ചൈനീസ് വിപണിയിലുണ്ട്. വാൾമാർട്ടിനെ അംഗീകരിക്കാൻ CPI നേതാക്കന്മാരെ അവിടെ പറയാൻ, അവരെ അതിലേക്ക് കൊണ്ടുവരാനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ ഇപ്പോൾ ചൈനയിലേക്ക് ക്ഷണിച്ചു. സത്യത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഒരു ദല്ലാൾ പണിയാണ് ചൈനീസ് പാർട്ടി, ചൈനീസ് ഗവൺമെന്റ് ചെയ്യുന്നത്. കാരണം വിപണിയിൽ കാണിച്ചു കൊടുക്കുക. ഇതാണ് സ്ഥിതി. പുതിയ ലോകക്രമം ഇതാണ്. ഇത് കാണിച്ചു കൊടുക്കാനാണ് ക്ഷണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ഈ പാർട്ടി ചരിത്രത്തിന്റെ ഒരു വലിയ ഒരു ഇടപെടൽ നടത്താൻ പോവുകയാണ്. ഈ പാർട്ടിയെ ബഹുജനങ്ങൾ സഹായിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരോടും വിരോധമില്ല. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം ഞങ്ങൾ നയിക്കുന്ന ഒരു ദേശീയ മുന്നണിയിൽ ഘടകകക്ഷികളാവേണ്ടവരാണ് എല്ലാ പാർട്ടികളും. അപ്പോൾ ആ പാർട്ടിയെ ആക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പിന്നെ ഞങ്ങൾ ഈ പാർട്ടി തുറന്ന മനസ്സോടെ ജനാധിപത്യ വിശ്വാസികളെ മുൻനിരക്കാരാണ് ഈ പാർട്ടി കണ്ടുകൊണ്ടാണ് ഈ പാർട്ടി രൂപീകരിക്കുക. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഘടിതരായ അല്ലെങ്കിൽ സായുധരായ കുറേ ആളുകളെ പിന്നിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഞങ്ങൾ നടക്കുന്നത്. ഇത് 21-ാം നൂറ്റാണ്ട് ആവശ്യപ്പെടുന്നത് സംവാദത്തിന്റെ കാലഘട്ടമാണ്. സംവദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് സംവദിക്കാം. ഞങ്ങളുടെ ആവനാഴിയിൽ നിറയെ അസ്ത്രങ്ങളാണ്. ഒഴിഞ്ഞ ആവനാഴിയുമായല്ല ഈ പാർട്ടി നിൽക്കുന്നത്, ഈ പാർട്ടി പ്രവർത്തകന്മാർ നിൽക്കുന്നത്. നമുക്ക് സംവദിക്കാം, എത്ര വേണമെങ്കിലും സംവദിക്കാം. അത് മനുഷ്യരെ കൊല്ലാനോ അല്ലെങ്കിൽ ആയുധം കൊണ്ടോ ശക്തി കൊണ്ടോ കീഴ്പ്പെടുത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, എങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, എങ്ങനെ ചൈനയിൽ മുതലാളിത്തം വന്നു, എങ്ങനെ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ ചീട്ടി കൊട്ടാരം പോലെ തകർന്നു, എങ്ങനെ ഈ നൂറ്റാണ്ടിന്റെ ദിനത്തിൽ നിന്ന് ചുവപ്പ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആലോചിക്കേണ്ടത്. ഇതിന് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തയ്യാറാക്കണം. അല്ലാതെ പണ്ടെങ്ങോ പറഞ്ഞ 30 കാലാകാലങ്ങളായി കേരള പിറവി തൊട്ട് കേരളം ഭരിക്കുന്നവരാണ് ഇന്ന് പുതിയ മിച്ചഭൂമി സമരമായി വന്നത്. ആരെ പറ്റിക്കാനാണ്? ഈ ദളിത് മുന്നേറ്റങ്ങളെ തടയാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളുടെ അഭിനവ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളൊക്കെ എത്രയോ വലിയ നല്ല യഥാർത്ഥ ബുദ്ധിജീവികൾ ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വെക്കുക. അതുകൊണ്ട് അതിശക്തനായ ഒരു ദളിത് ബുദ്ധിജീവിയാണ് ദളിത് സ്പാന്തേഴ്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബുജാക്ഷനാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഒരു നീക്കം നടത്താൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. അതുപോലെ അവർക്ക് സ്വാധീനമുള്ള ഒരുപാട് ദളിത് ഗ്രൂപ്പുകൾ ഈ പാർട്ടിയിൽ അണിചേരാൻ തയ്യാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ അഭിനവ മാർക്സിസ്റ്റുകൾ ആലോചിക്കേണ്ടത് പുതിയ ദളിത് വിപ്ലവ നേതൃത്വങ്ങളെ, അവരുയർത്തുന്ന പ്രശ്നങ്ങളെ, അവരുയർത്തുന്ന പുതിയ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുയർത്തുന്ന ഭൂസമരത്തിന് പകരം മറ്റൊരു ഭൂസമരം എന്ന നിങ്ങളുടെ ഈ വ്യർത്ഥമായത് അതല്ലേ പൊളിഞ്ഞു പോയത്. എത്ര വേഗത്തിൽ കഴിഞ്ഞു ഭൂസമരം പൊളിയാൻ? എങ്ങനെ പങ്കാളിത്ത ജനാധിപത്യ പെൻഷൻ എത്ര വേഗത്തിൽ കഴിഞ്ഞു? കാരണം നിങ്ങൾ പറയുന്നത് ഏറ്റെടുക്കാൻ ഇന്നത്തെ ഈ കേരളീയ സമൂഹം തയ്യാറില്ല എന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് പാഠപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ പറ്റി അന്വേഷിക്കാനും പഠിക്കാനും എല്ലാ പാർട്ടികൾ ചെയ്യുന്നത് പോലെയും നിങ്ങൾ തയ്യാറാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിക്ക് സർവ്വവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വിപ്ലവകരമായ അഭിവാദ്യം.